ഹായ് ഡിയേഴ്സ്, എല്ലാവരും ഹാപ്പി അല്ലേ? വെൽക്കം ടു ആ ചാനൽ. കുറച്ച് പച്ചക്കറി വാങ്ങി വന്നിട്ടുണ്ട്. ഇതിൽ കഴുകേണ്ടതെല്ലാം കഴുകി പാക്കറ്റിലാക്കി ഫ്രിഡ്ജിനകത്ത് വെക്കണം, അല്ലാത്തത് പുറത്തും വെക്കണം. അതിൻ്റെ കൂട്ടത്തിൽ കുറച്ച് മല്ലിയിലയും പുതിനയിലയും കുറച്ച് പച്ചമുളകും ഉണ്ട്. ഇതെല്ലാം കുറച്ച് കാലത്തേക്ക് എങ്ങനെ കേടാവാതെ സൂക്ഷിക്കാം എന്ന വീഡിയോ ആണ് നമ്മൾ ഈ ചെയ്യാൻ പോകുന്നത്. ഇപ്രാവശ്യം കടച്ചക്ക, മധുരക്കിഴങ്ങ്, ചോളം എല്ലാം കിട്ടിയിട്ടുണ്ട്. ആദ്യം നമുക്ക് പുതിന എടുക്കാം. ഈ പുതിനയിൽ നിന്നും ചീഞ്ഞതും അഴുക്കായതും പുല്ലും എല്ലാം എടുത്ത് മാറ്റിയ ശേഷം നല്ലത് മാത്രം ഒരു ഭാഗത്തേക്ക് മാറ്റാം. പുതിനയുടെ തണ്ടിൽ നിന്നും ഫ്രഷായ ഇലകൾ മാത്രം നമുക്ക് പറിച്ചെടുക്കാം. പുതിനയും മല്ലിയിലയും മുളകും ഒന്നും നമ്മൾ കഴുകുന്നില്ല. കഴുകി കഴിഞ്ഞാൽ ചീഞ്ഞു പോകാനുള്ള ചാൻസ് കൂടുതലാണ്. ഇത് ഉപയോഗിക്കാനെടുക്കുന്ന സമയത്ത് കുറച്ച് മഞ്ഞളും ഉപ്പിട്ടൊന്ന് കഴുകി കഴിഞ്ഞാൽ ഇതിൽ നിന്നും അഴുക്കും പെസ്റ്റിസൈഡ്സ് എല്ലാം മാറിക്കിട്ടും. ഈ തണ്ട് നമുക്ക് ഉപയോഗിക്കാം കേട്ടോ. വെള്ളത്തിലിട്ട് വയ്ക്കുകയാണെങ്കിൽ ഇതിൽ വേര് വന്നാൽ നമുക്ക് നടാം. നമുക്കതൊന്ന് പരീക്ഷിച്ച് നോക്കാം. ഇലകളെല്ലാം പറിച്ചു കഴിഞ്ഞിട്ടുണ്ട്. പുറത്തുനിന്ന് ഫുഡ് ഓർഡർ ചെയ്ത് കഴിക്കാത്തവർ വളരെ വിരളമാണ്. അതിൽ നിന്നും കിട്ടുന്ന ബോക്സിൽ നമുക്ക് ഇതെല്ലാം ഇട്ട് വയ്ക്കാം. ഇനി അതിനായി പുതിയ ബോക്സ് ഒന്നും വാങ്ങണമെന്നില്ല. ഇതിലേക്ക് ഒരു ടിഷ്യൂ പേപ്പർ വിരിച്ച ശേഷം വേണം പുതിന ഇല ഇട്ട് കൊടുക്കാൻ. ടിഷ്യൂ പേപ്പർ ഇല്ലാത്തവർക്ക് എന്താ ചെയ്യേണ്ടതെന്ന് ഞാൻ ഈ വീഡിയോയുടെ അവസാനം പറയാം. പുതിന ഇല കൺജസ്റ്റഡായി ഇടരുത്, ഒന്ന് വിടർത്തി ഇടുക. കുറച്ച് എയർ ഗ്യാപ്പ് എല്ലാം വേണം. ഇതിന് മീതെ ഒരു ടിഷ്യൂ പേപ്പർ വെച്ച് കവർ ചെയ്ത ശേഷം ലിഡ് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതിനെ ഫ്രിഡ്ജിൽ വെക്കാം. ഫ്രീസറിലല്ല, ഫ്രിഡ്ജിൽ വെച്ചാൽ മതി. കുറേ ദിവസങ്ങൾക്ക് കേടാവാതെ ഇരിക്കും. അടുത്തതൊരു ടിപ്പാണ്. ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം എടുത്ത് അതിലേക്ക് ഐസ് ഇട്ട ശേഷം വാടിയ പുതിന ഇലയോ മല്ലിയില ഇട്ട് കഴിഞ്ഞാൽ കുറച്ച് നേരം കഴിയുമ്പോൾ നല്ല ഫ്രഷ് ആവും. നിങ്ങളിതൊന്ന് പരീക്ഷിച്ച് നോക്കണേ. ഇലകൾ മാറ്റിയ പുതിനയുടെ തണ്ടാണിത്. ഇതിൻ്റെ അടിഭാഗം നമുക്ക് കട്ട് ചെയ്ത് കളഞ്ഞ ശേഷം നമുക്കിതൊന്ന് വെള്ളത്തിലിട്ട് വയ്ക്കാം. ശ്രദ്ധിക്കണം, ഇല ഏത് ഭാഗത്താണ് നോക്കിയ ശേഷം എൻ്റെ ഓപ്പോസിറ്റ് സൈഡ് വേണം കട്ട് ചെയ്യാൻ. തണ്ടിലെ ഇലകൾ മുകളിലേക്ക് നിൽക്കണം. വേര് വരുന്ന ഭാഗമാണ് നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നത്. അങ്ങനെ എല്ലാ തണ്ടുകളും കട്ട് ചെയ്ത് ഇലകളെല്ലാം മുകളിൽ വരത്തക്ക വിധം നമുക്ക് ആ കുപ്പിയിലെ വെള്ളത്തിലിട്ട് വെക്കാം. 2-3 ദിവസത്തിനകം വേര് വരുമെന്നാണ് പറയുന്നത്. എന്താ സംഭവിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. അടുത്തത് മല്ലിയുടെ ഇലയാണ്. ആകെ വാടിത്തളർന്ന മട്ടാണുള്ളത്. എന്തായാലും നമുക്കത് പ്രിസർവ് ചെയ്യാം. ആ മണ്ണ് വരുന്ന ഭാഗം ഒന്ന് മുറിച്ച് കളയാം. ഒന്നിച്ച് പിടിച്ച് അങ്ങ് മുറിച്ച് കളയുന്നതാണ് നല്ലത്. അപ്പോൾ പിന്നെ മണ്ണാവില്ല. ഇതിൽ നിന്നും പഴുത്ത ഇലകളും ചീഞ്ഞ ഇലയും പുല്ലുകളും എല്ലാം എടുത്ത് മാറ്റി ഫ്രഷായത് മാത്രം എടുക്കാം. നമുക്ക് ഇത്ര മല്ലിയില കിട്ടിയിട്ടുണ്ട്. ഇതിൻ്റെ തണ്ട് ഭാഗം നമുക്ക് ആദ്യം തന്നെ കട്ട് ചെയ്ത് മാറ്റാം. തണ്ട് കളയരുത് കേട്ടോ, അതുകൊണ്ടൊരു ഉപകാരമുണ്ട്. ഇതാണ് നമുക്ക് കുറച്ച് ദിവസത്തേക്ക് എടുത്തു വയ്ക്കാനുള്ള മല്ലിയില. മല്ലിയിലയുടെ തണ്ട് നമുക്ക് രസം ഉണ്ടാക്കുമ്പോൾ ഇടാം, സാമ്പാറിന് തേങ്ങ വഴറ്റുമ്പോൾ ഇടാം. അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യരുത്, നല്ല മണം കിട്ടും. നമ്മൾ നേരത്തെ ചെയ്ത പോലെ ഫുഡ് ഡെലിവറി ചെയ്യുമ്പോൾ കിട്ടുന്ന ബോക്സ് എടുത്ത് അതിലേക്ക് ടിഷ്യൂ പേപ്പർ വിരിച്ച ശേഷം മല്ലിയില കുറച്ചായി ഒന്ന് വിടർത്തിയിടുക. ഒരുപാട് അങ്ങ് പ്രസ് ചെയ്തിടരുത്. പ്രസ് ചെയ്തിട്ട് കഴിഞ്ഞാൽ അത് വേഗം ചീഞ്ഞു പോകും. അതിന് മീതെ ഒരു ടിഷ്യൂ പേപ്പർ വെച്ച ശേഷം ലിഡ് ഇടാം. ഇതെടുത്ത് ഫ്രിഡ്ജിനകത്തേക്ക് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ദിവസം കേടാവാതെ ഇരുന്നോളും. നേരത്തെ എടുത്ത് വെച്ച മല്ലിയുടെ തണ്ടെടുത്ത് ചെറിയ ചെറിയ പീസാക്കി ഒരു ബോക്സിനകത്തേക്ക് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് എപ്പോഴാണോ ആവശ്യം അപ്പോൾ പെട്ടെന്ന് എടുത്ത് നമുക്ക് നമ്മുടെ കറിയിലേക്ക് ചേർക്കാം. കഴുകി വേണം കേട്ടോ ചേർക്കാൻ. നമ്മൾ ഐസ് വെള്ളത്തിലിട്ട് വെച്ച ഇലകളെല്ലാം കുറച്ച് എനർജറ്റിക് ആയിട്ടുണ്ട്. അടുത്തത് മുളക്. മുളകിൻ്റെ ഞെട്ടി കളഞ്ഞു വെച്ചാൽ പെട്ടെന്ന് അങ്ങ് ചീഞ്ഞു പോവില്ല. പതുക്കെ ഞെട്ട് മാത്രം എടുത്ത് കളഞ്ഞാൽ മതി. ഇതുപോലെ എല്ലാ മുളകിൻ്റെയും ഞെട്ടെടുത്ത് മാറ്റാം. ഈ ടിപ്സ് എല്ലാം നിങ്ങളൊന്ന് പരീക്ഷിച്ച് നോക്കണേ. സക്സസ് ആവുകയാണെങ്കിൽ അത് നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഷെയർ ചെയ്യണം. മുളക് നമുക്കൊരു ബോക്സിലാക്കി വെക്കാം. ടിഷ്യൂ പേപ്പർ ഇല്ലാത്തവർ ന്യൂസ് പേപ്പർ എടുത്ത് നമ്മുടെ ബോക്സിൻ്റെ ലെങ്ത്തിനനുസരിച്ച് മുറിച്ച ശേഷം അതിനകത്തേക്ക് ഇൻസേർട്ട് ചെയ്ത് വെക്കാം. ടിഷ്യൂ പേപ്പർ വയ്ക്കുന്നതിൻ്റെ അതേ എഫക്റ്റ് തന്നെ നമുക്ക് ഇതിലും കിട്ടും. ഇനി നമുക്ക് മുളകിനെ ഇതിനകത്തേക്ക് ഇട്ട് മുൻപ് ചെയ്ത പോലെ ഒരു ന്യൂസ് പേപ്പർ എടുത്ത് കട്ട് ചെയ്ത ശേഷം ഇതിന് മീതെ വെച്ച് ലിഡിട്ട് അടച്ചു വെക്കാം. ഇടയ്ക്ക് ന്യൂസ് പേപ്പർ നനവ് വരികയാണെങ്കിൽ ഒന്ന് എടുത്തു മാറ്റണേ. ഈ വീഡിയോ എല്ലാവർക്കും ഉപകാരമാകുമെന്ന് വിചാരിക്കുന്നു. താങ്ക്